ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അതേ നോമ്പുതറ പരിപാടികളൊക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് മാവൂര് തിരക്കുടിച്ച ദിവസം വരുന്നുട്ടോ. അപ്പോൾ അതേ പിള്ളേരുടെ ഇഷ്ടം മാനിച്ചുകൊണ്ട് തന്നെ ഇന്ന് ഈന്തപ്പഴം ഷേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതും അവൽ മിൽക്കും ഇവിടെ ഇങ്ങനെ മാറി മാറി ഡെയിലി ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കേണ്ട പിള്ളേരുടെ ഇഷ്ടം അനുസരിച്ച്. പിന്നെ അതുപോലെ തന്നെ ഇന്ന് ജ്യൂസും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഹസ്ബൻഡ് ഇല്ല കേട്ടോ, നോമ്പ് തുറക്കാൻ. ആൾക്ക് ഇന്ന് ഓഫീസിൽ നോമ്പ് തുറ പരിപാടി ഉള്ളതുകൊണ്ട് ആളങ്ങോട്ട് പോകും. അപ്പോൾ ഞാനും പിള്ളേരും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഐറ്റംസുകൾ ഡെയിലി ഉള്ളതുപോലെയൊക്കെ തന്നെ ഉണ്ട് ഇന്ന്. എങ്കിൽ പോലും ഇന്ന് അത്ര ഇൻട്രസ്റ്റ് ഒന്നുമില്ല ഐറ്റംസുകളൊക്കെ ഉണ്ടാക്കാൻ. എല്ലാവരും കൂടി ഒരുമിച്ചിരിക്കുമ്പോഴല്ലേ ആ ഒരു സന്തോഷമുള്ളൂ. അപ്പോൾ അതേ ഞാൻ ഈന്തപ്പഴത്തിൻ്റെ ആ കുരും അതിൻ്റെ തൊണ്ടൊക്കെ ഒന്ന് റെഡിയാക്കി ഇങ്ങനെ അരിഞ്ഞിങ്ങനെ പാത്രത്തിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് ഒന്ന് ചൂടുവെള്ളത്തിലിട്ടൊന്ന് കുതിർത്തെടുക്കാം കേട്ടോ. എന്നാലും അത് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ കിട്ടുള്ളൂ ഈന്തപ്പഴം. അല്ലെങ്കിൽ ഈന്തപ്പഴത്തിന് ചെറിയൊരു കട്ടിയുണ്ട് ചില ഈന്തപ്പഴം പക്ഷേ എങ്കിൽ നല്ല സോഫ്റ്റുമാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മളിതേ എല്ലാം അരിഞ്ഞൊരു പാത്രത്തിലാക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഇത്തിരി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അത് അവിടെ കുറച്ച് നേരം ഒന്ന് ഇരിക്കട്ടെ കേട്ടോ. 5-10 മിനിറ്റെങ്കിലും ഇരുന്നെങ്കിലേ കാര്യമുള്ളൂ, എന്നാലേ നന്നായിട്ട് അരഞ്ഞും കിട്ടുള്ളൂ. അപ്പോൾ അതേ നമുക്ക് അതിൻ്റെ ഇടയിൽ മാങ്ങയൊക്കെ കട്ട് ചെയ്തെടുത്ത് ജ്യൂസ് അടിക്കാം. അപ്പോൾ ഇന്നിപ്പോൾ കട്ട് ചെയ്ത് പീസാക്കി മാറ്റണമൊന്നുമില്ല, ജ്യൂസ് മാത്രമേ ഉണ്ടാക്കണുള്ളൂ കേട്ടോ. അപ്പോൾ അതേ ഓരോന്നായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുകയുണ്ടോ. നോമ്പൊക്കെ എന്ത് പെട്ടെന്നാണല്ലേ പോണത്. ഇപ്പോൾ തീരാറായി നോമ്പിന്. ആകെ 3-4 കൂടി ഉള്ളൂ അല്ലേ നോമ്പ്. ഓരോ ദിവസങ്ങൾ എന്ത് പെട്ടെന്നാലേ പോണത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ. അതുപോലെ തന്നെ വീഡിയോക്ക് ലൈക്കും കൊടുക്കണം കേട്ടോ. പിന്നെ എന്തൊക്കെയുണ്ട് കാര്യങ്ങൾ വിശേഷങ്ങൾ? വെക്കേഷനും ഈ നോമ്പും കൂടി ആകെ മിക്സായിട്ട് അങ്ങനെ പോവുകയാണല്ലേ. അപ്പോൾ അതേ നിങ്ങളോട് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ എല്ലാ വിവരങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോയിലൂടെ പറയാറുണ്ടല്ലേ. എങ്കിലും നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടാവുമായിരിക്കും. അപ്പോൾ ഒരു Q&A വീഡിയോ ചെയ്യണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. അപ്പോൾ എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്നോട് ചോദിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിലൂടെ അറിയിക്കണേ. അപ്പോൾ നമുക്കതൊരു വീഡിയോയായിട്ട് മാറ്റാം കേട്ടോ. അപ്പോൾ എല്ലാ വിവരങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ചിലവർക്കൊന്നും കൂടി അറിയണമെന്നുണ്ടാവും, ചിലവർക്ക് പുതിയതായിട്ട് വന്നവർക്ക് അറിയണമെന്നൊക്കെ ഉണ്ടാവുമല്ലോ വിവരങ്ങൾ. അങ്ങനെ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ പറയണത്. നിങ്ങളെല്ലാവരും ഇങ്ങനെ ക്വസ്റ്റ്യൻസ് കമൻറ്റിലൂടെ അറിയിക്കണേ. അപ്പോൾ അതേ നമ്മുടെ മാങ്ങ ജ്യൂസിൽ ഐസും കട്ടയൊക്കെ ഇട്ട് അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഇനി അവിടെ ഫ്രിഡ്ജിലാക്കി വെക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ ഷേക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒന്നും റെസിപ്പികളൊന്നും ഞാനിപ്പോൾ ഓരോന്നായിട്ട് പറയണമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ പലഹാരങ്ങളൊക്കെ ഇവിടെ ഓരോന്നായിട്ട് എടുത്ത് വെക്കുക കേട്ടോ. ഇന്നിപ്പോൾ അധികം ഐറ്റംസുകളൊന്നുമില്ല. സമൂസ, കട്ട്ലേറ്റ്, പിന്നെ ഇറച്ചി, അതായത് ചിക്കൻ്റെ പക്കവടാസ്, ഇത് 3 ഐറ്റംസാണ് കേട്ടോ ഉള്ളത്. പിന്നെ ഫ്രൈഡ് ചിക്കൻ്റെ കുറച്ച് സ്ട്രിപ്സും ഉണ്ട്. അങ്ങനെ ഇത്ര ഐറ്റംസുകളാണ് ഇന്നത്തെ വറപരിയായിട്ട് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇത് എവിടെ നിന്നാണ് വാങ്ങിയതെന്ന് വെച്ചാൽ നമ്മൾ ലുലുവിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്നാണ് കേട്ടോ വാങ്ങിയത്. അത്യാവശ്യമായിട്ട് അവിടെ കുറച്ച് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പോയപ്പോൾ വാങ്ങിയതാണ്. ഇതെങ്ങനെയുണ്ട്, ടേസ്റ്റ് ഉണ്ടോയെന്നൊന്നും അറിയില്ല. കാണാനൊക്കെ നല്ല ലുക്കൊക്കെ ഉണ്ട്, അതുകൊണ്ട് വാങ്ങിയതാണ് കേട്ടോ. ഇതെങ്ങനെയാണ് നമുക്ക് കഴിച്ചു നോക്കിയിട്ട് ഇതിൻ്റെ ടേസ്റ്റിൻ്റെ വിവരങ്ങളൊക്കെ പറയാം. അപ്പം ഞാൻ അവിടെ പോയിട്ടുള്ള വിവരങ്ങൾ കുറച്ച് ക്ലിപ്സൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ, ഈ പലഹാരങ്ങൾ വാങ്ങിക്കണതിൻ്റെ ഭാഗവും. പിന്നെ ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ സാലഡ് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്നൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മളങ്ങനെ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിലുള്ള കൗണ്ടറിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പലഹാരങ്ങളുടെ കൗണ്ടർ കേട്ടോ. ഒരുപാട് ഐറ്റംസുകളൊക്കെ ഉണ്ട്. ഏത് മേടിക്കണമെന്ന് ആകെ കൺഫ്യൂഷനാണ്. നമുക്ക് പേരറിയാത്ത ഒരുപാട് പലഹാരങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ വാങ്ങിയ ചിക്കൻ സമൂസ ഉണ്ടോ ഇപ്പോൾ കാണുന്നത്. അതുപോലെ തന്നെ പക്കവടാസിൻ്റെ ഏരിയയാണ് കാണുന്നത്. ചിക്കൻ പക്കവടാസ്, വെജിറ്റബിളിൻ്റെ പക്കവടാസ്, ഫിഷ്, അങ്ങനെ ഒരുപാട് ബീഫിൻ്റെ പല ടൈപ്പ് പക്കവടാസൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് സാലഡിൻ്റെ സെക്ഷനിൽ ചെന്നിട്ടുണ്ട്. ഇവിടെ നിന്നാട്ടോ നമുക്ക് ഇഷ്ടമുള്ള സാലഡ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് നമ്മൾക്ക് എടുക്കാൻ സാധിക്കും. പിന്നെ ഇത് മയോണൈസിൻ്റെ ഏരിയയാണ്. പല മോഡൽ പല ടൈപ്പ് മയോണൈസുകളുണ്ട്. നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം കേട്ടോ. അതുപോലെ സാലഡുകളൊക്കെ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ചെറിയൊരു ക്ലിപ്പ് കാണിച്ചതാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മളെല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ടേബിളിൽ. അപ്പോൾ ഷേക്കും ജ്യൂസും നമ്മുടെ പലഹാരങ്ങളെല്ലാം തന്നെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നോമ്പൊക്കെ തുറന്നു, അങ്ങനെ ഭക്ഷണമൊക്കെ ഇരുന്ന് കഴിച്ചു. അപ്പോൾ ഇന്ന് ഫുഡെന്ന് പറയാനായിട്ട് ഞാനിന്ന് കൂടുതലൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഹസ്ബൻഡ് ഓഫീസിൽ പോയിന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ പോയിട്ട് വരുമ്പോൾ ഫുഡ് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനിന്ന് വളരെ ഫ്രീ ആണ് കേട്ടോ. ഇനിയിപ്പോൾ ഇന്ന് ഫുഡുകളൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല.
അപ്പോൾ അതേ ഞങ്ങൾ പലഹാരങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പലഹാരങ്ങളുടെ റിസൾട്ട് പറയാനാണെങ്കിൽ ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ല കേട്ടോ. വളരെ ഉണങ്ങിയ പലഹാരങ്ങളായിരുന്നു. സമൂസയും കട്ട്ലേറ്റൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് ഒട്ടും ഒരു മയവും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുപോലെ പക്കവടാസ് പിന്നെയും വേണ്ടില്ലായിരുന്നു, അഡ്ജസ്റ്റ് ചെയ്യാം അത്രമാത്രം. അങ്ങനെ ഞങ്ങൾ പിന്നെ എന്താ ചെയ്യുക, അതങ്ങനെ കഴിച്ച് വാങ്ങിയതല്ലേ, കളയാൻ പറ്റില്ലല്ലോ. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ടാ. അപ്പോൾ അതേ നമ്മുടെ അടുത്ത ഫുഡെന്ന് പറഞ്ഞത് ഹസ്ബൻഡ് കൊണ്ടുവന്ന നെയ്ച്ചോറ്, ബീഫ് കറി, പരിപ്പ് കറിയൊക്കെ ആയിരുന്നു. പിന്നെ ചിക്കൻ വറുത്തത് ഉണ്ടായിരുന്നു. അപ്പോൾ അടിപൊളി കോമ്പിനേഷനായിരുന്നു കേട്ടോ. ബീഫ് കറിയും പരിപ്പ് കറിയും കൂടി കൂടുമ്പോൾ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, അടിപൊളി ടേസ്റ്റായിരുന്നേ. അപ്പോൾ ഇന്നത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളെന്ന് പറഞ്ഞാൽ ഇതൊക്കെയായിരുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു നോമ്പിൻ്റെ വിശേഷവുമായിട്ട് വരുന്നവരെ, പുതിയ വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.